സാക്ഷര കേരളം ലജ്ജിക്കുന്നു, കുരുന്നുകളെ മാപ്പ്. ബാലശാപം ഇടിത്തിയായി പെയ്തിറങ്ങുമോ? 2019 ഏപ്രിൽ കേരളത്തെ സംബന്ധിച്ച് ക്രൂരതയുടെ മുഖമാണ്. തൊടുപുഴയിൽ 7 വയസ്സുകാരൻ അതിക്രൂരമായി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടതിൻ്റെ വിങ്ങൽ മാറും മുൻപേ വീണ്ടും മറ്റൊരു കുരുന്നു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതും പെറ്റമ്മയുടെ കൈകൾ കൊണ്ട്. സാക്ഷര കേരളത്തിൽ കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുട്ടികളുടെ കൊലപാതകം, ലൈംഗിക ചൂഷണം, തട്ടിക്കൊണ്ടുപോകൽ, പണത്തിനും ലൈംഗിക ആവശ്യങ്ങൾക്കുമായി കുട്ടികളെ വിൽപ്പന ചരക്കാക്കൽ എന്നിവ മുൻപെങ്ങുമില്ലാത്ത വിധം പെരുകിയിരിക്കുന്നു. ഒട്ടുമിക്ക കേസുകളിലും വില്ലൻ വേഷത്തിൽ വരുന്നത് കുട്ടിയോട് അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ്, പലപ്പോഴും അച്ഛനോ അമ്മയോ തന്നെ എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. പുറം നാടുകളിൽ കുട്ടികളെ വഴക്കു പറഞ്ഞാൽ പോലും പോലീസ് കേസാകുമെന്ന ഒട്ടൊരു തമാശയോടെയാണ് നമ്മൾ കേട്ടിരുന്നത്. കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് ബഹുഭൂരിപക്ഷം വിദേശ രാജ്യങ്ങളിലും നൽകുന്നത്. കുട്ടികളുടെ രക്ഷകർതൃത്വം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏജൻസികൾ ഏറ്റെടുക്കും. അതോടൊപ്പം കുട്ടികളോട് അതിക്രമം കാണിക്കുന്ന മാതാപിതാക്കൾക്ക് ജയിൽ ശിക്ഷയും ലഭിക്കും. പിന്നീട് കുട്ടികളെ കാണാനുള്ള അനുവാദം ലഭിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടും. പക്ഷേ അത്തരമൊരു പേടിയില്ലാത്തത് തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് മേലെയുള്ള അതിക്രമങ്ങൾ കൂടാൻ കാരണം. സമൂഹത്തിന്റെ ഇടനെഞ്ചിൽ തീരാ കണ്ണീരായി ആലുവയിലെ ഈ 3 വയസ്സുകാരനും അവശേഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇനി എന്ത്? കഴിഞ്ഞ വർഷം സാമൂഹിക നീതി വകുപ്പ് നടത്തിയ കുടുംബ സർവേ അനുസരിച്ച് 11,72,433 കുടുംബങ്ങളിലെ കുട്ടികൾ കുടുംബത്തിൽ സുരക്ഷിതരല്ലെന്ന് കണ്ടെത്തിയിരുന്നു. 32,654 കുടുംബങ്ങളിൽ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ആണ്. രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ എന്നത് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമാണെന്നല്ല, പക്ഷെ ഭൂരിഭാഗം കേസുകളിലും ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അടുത്തിടെ മലപ്പുറത്തെ പെൺകുഞ്ഞിനെ പട്ടിണിക്കിട്ട് പൂട്ടിയത് സ്വന്തം അമ്മൂമ്മ തന്നെയായിരുന്നു, കൂട്ടുനിന്നത് പെറ്റമ്മയും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ പറ്റൂ. ഇതിനായും സർക്കാർ പോംവഴി തേടുന്നുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ കുടുംബ സർവേയിൽ കണ്ടെത്തിയ കുടുംബങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കുട്ടികളുടെ വിവരം പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾക്കും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും കൈമാറാൻ നിരീക്ഷണം ശക്തമാക്കാനും പദ്ധതിയുണ്ട്. ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റം അധ്യാപകർ നിരീക്ഷിച്ച് കൗൺസിലിംഗും തുടർ നടപടികളും സ്വീകരിക്കാൻ ആവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകണമെന്ന് ഷഫി കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. 14 ഇടുക്കിയിൽ 10 വയസ്സുകാരനെ രക്ഷിതാക്കൾ ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണ് സർക്കാർ ഷഫി കമ്മിറ്റിയെ നിയോഗിച്ചത്. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടയുകയോ മോശമാക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ചൈൽഡ് അബ്യൂസ് എന്ന് പറയാം. ഇതിനെ കർശനമായി തടയാനുള്ള നിയമങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒപ്പം സമൂഹത്തിനും ഇതിൽ പ്രധാന പങ്കുണ്ട്. സ്കൂളുകളിൽ അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ കുട്ടികളെ വളരെയധികം സഹായിക്കാൻ സാധിക്കും. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ, പാർട്ടിസിപ്പേഷൻ എന്നീ 3 Pകൾ ഉറപ്പുവരുത്തിയാലേ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനാകൂ. എല്ലാവിധ ക്രൂരതകളിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും, അവഗണനയിൽ നിന്നുമുള്ള സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരക്ഷ, പോഷകാഹാരം, കുടുംബത്തിൻ്റെയും വീടിൻ്റെയും തണലൊക്കെ ഉറപ്പാക്കലാണ് പ്രൊവിഷൻ. അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് പാർട്ടിസിപ്പേഷൻ. ഈ അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള അവകാശം ഒട്ടുമിക്ക പരിഷ്കൃത സമൂഹങ്ങളും മാതാപിതാക്കൾക്ക് പോലും നൽകുന്നില്ല. നമുക്ക് മുന്നിൽ നടന്ന ഈ കുരുന്നുകളുടെ ദുരനുഭവത്തിൽ ഒരല്പമെങ്കിലും വ്യസനം തോന്നിയവർ ഇനി ഇതുപോലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ജാഗരൂകരായിരിക്കണം. ഇനി ഒരു കുഞ്ഞും ഇത്തരം വേദനകളിലൂടെ കടന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം, അതിനായി ശ്രമിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.